Hi, my dear students. Welcome back to Mathematics online classes. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ടേബിളിൽ, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ ഒരു ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടേബിൾ സെറ്റപ്പിലോട്ട് പോവാണ്. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഫംഗ്ഷൻ, രണ്ടാമത്തത് ഡൊമൈൻ, മൂന്നാമത്തത് റേഞ്ച്. ഓക്കെ, ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്. നമ്മൾ കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിരുന്നു. അത് വെച്ചുകൊണ്ട് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് എക്സ് എങ്ങനെയാണോ വരച്ചത് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഏതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അത് സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷനാണ് വേണ്ടത്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്നു. അതിൻ്റെ ഡൊമൈനും അറിയണം, അതുപോലെ എന്തും അറിയണം? റേഞ്ചും അറിയണം. ആദ്യം പഠിച്ച ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്തായിരുന്നു? എന്താണോ സൈൻ എക്സിൻ്റെ റേഞ്ച് അതെന്തായിട്ട് വരുന്നു? ഡൊമൈനായിട്ട് വരുന്നു. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും വരിക? -π/2 to π/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആയി. അടുത്തത് കോസ് ഇൻവേഴ്സ് എക്സ്, ഡൊമൈൻ എന്തായിരുന്നു? -1 to 1. റേഞ്ച് എന്ത് വരുന്നു? 0 to π. ഓക്കെ ആണല്ലോ. ഇനി ബാലൻസ് വരുന്ന ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഏതൊക്കെയാ? ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കേസ് ആലോചിക്കുമ്പോൾ എന്താണോ ടാൻ എക്സിൻ്റെ റേഞ്ച് അതിവിടെ എന്തായിട്ട് വരണം? ഡൊമൈനായിട്ട് വരണം. അപ്പം നമുക്കിവിടെ എന്തെന്ന് കൊടുക്കാം? ആർ. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെത് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ആർ. ഇനി കൊസീക് ഇൻവേഴ്സ് എക്സ്, അവിടുത്തെ ഡൊമൈൻ റേഞ്ച്, കൊസീക് എക്സിൻ്റെ റേഞ്ച് എന്താണോ അതിവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും? ഡൊമൈനായിട്ട് മാറും. അതിനാണ് ഞാൻ അത് ആദ്യം എഴുതി കാണിച്ചത്. അപ്പോൾ അതെന്ത് വരും? R -1 to 1. ഇവിടെ ആണെങ്കിലോ R -1 to 1. ഇനി ഇവിടെ റേഞ്ച് ആണ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത്? എഴുതാൻ പറ്റേണ്ടത്. ഓക്കെ, റേഞ്ച് എങ്ങനെ എടുക്കാം? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്താണോ അത് തന്നെ ആയിരിക്കും ടാനിൻ്റെയും കൊസീക്കിൻ്റെയും. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. സൈൻ്റെത് എന്താണോ അതാണ് ടാനിൻ്റെയും കൊസീക്കിൻ്റെയും വരിക. കോസിൻ്റെത് എന്താണോ അതായിരിക്കും സീക്കിനും കോട്ടിനും വരിക. ഓക്കെ, മറന്നു പോകാതെ ഓർക്കുക. അപ്പോൾ ഇവിടെ 2 സെറ്റായിട്ട് അങ്ങ് തിരിക്കുകയാണ്. സൈന്, ടാന്, ദെൻ അതിൻ്റെ കൊസീക്ക്, സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്ക്. ഇത് മൂന്നിൻ്റെയും എന്ത് സെയിം ആയിരിക്കും? റേഞ്ച് സെയിം ആയിരിക്കും. അതുപോലെ കോസ്, കോട്ട്, സീക്ക് ഇതിൻ്റെയും എന്ത് സെയിം ആയിരിക്കും? റേഞ്ച് സെയിം ആയിരിക്കും. ഇതിൻ്റെ റേഞ്ചും ഇതിൻ്റെ മൂന്നിൻ്റെയും റേഞ്ച് സെയിം ആണ്, ഇത് മൂന്നിൻ്റെയും റേഞ്ച് സെയിം ആണ്. അപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ റേഞ്ച് കിട്ടിയിരിക്കുന്നത് എന്താ? -π/2 to π/2. അത് തന്നെയാണ് ടാൻ്റെതും. അപ്പോൾ ടാൻ്റെ എന്ത് വരും? -π/2 to π/2. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് നോക്കാം? കൊസീക്കിൻ്റെ നോക്കാം. കൊസീക്കിൻ്റെതും സൈൻ്റെതും സെയിം അല്ലേ? അപ്പോൾ അവിടെ എന്ത് എഴുതാം? -π/2 to π/2. ഇനി നമുക്ക് വേണ്ട സീക്കിൻ്റെതാ. സീക്ക് ഏതിന് ഈക്വൽ എന്ന് പറഞ്ഞു? കോസിന്. കോസിൻ്റെ എന്താ? 0 to π. കോട്ടിൻ്റെതും എന്ത് തന്നെ വരും? 0 to π. ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഡൊമൈനും റേഞ്ചും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതുപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷൻ, 2 സെക്ഷനേ ഉള്ളൂ മൊത്തത്തിൽ. അതിൽ ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എന്തറിയണം? റേഞ്ച് വാല്യൂസ് അറിയണം. ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും റേഞ്ച് വാല്യൂസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇപ്പം നമ്മൾ പഠിച്ച പോർഷനിൽ നിന്നുള്ള പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് വേറൊന്നുമല്ല. ഇവിടുത്തെ കേസിൽ ഈ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും റേഞ്ചിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയാനുണ്ടായിരുന്നു, അത് വിട്ടുപോയി. നിങ്ങൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ. കോസ് എക്സ് ഒരു പോയിന്റിൽ എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഈ കൊടുത്തിരിക്കുന്ന റേഞ്ച് വാല്യൂ ഉണ്ടോ? -π/2 to π/2 എന്ന വാല്യൂവിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിളിൽ എന്ത് ഡിഫൈൻഡ് അല്ല? കൊസീക് എക്സ് ഡിഫൈൻഡ് അല്ല. ഒരു വാല്യൂവിൽ കൊസീക് എക്സ് എന്തല്ല?
ഡിഫൈൻഡ് അല്ല. ആ വാല്യൂ ഏതായിരിക്കും? 0 അല്ലേ? സൈൻ 0 0 അല്ലേ? സൈൻ 0 0 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/0 അല്ലേ? 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ റേഞ്ച് എഴുതുമ്പോൾ അതൊന്ന് മനസ്സിൽ വരണം. അതായത് -π/2 to π/2ൽ 0 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. എന്തിനായിരിക്കും അത് അവോയ്ഡ് ചെയ്യുന്നത്? ആ ഒരു വാല്യൂവിൽ ഏത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല? കൊസീക് എക്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് സീക്കിൻ്റെ കേസിലും 0 to π ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയ π/2ൽ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല? സീക്ക് എക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? കോസ് π/2 0. കോസിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? സീക്ക്. അപ്പോൾ 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ റേഞ്ച് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? കൊസീക് എക്സിൻ്റെ കൂട്ടത്തിൽ -π/2 to π/2ൽ ഏത് അവോയ്ഡ് ചെയ്യുക? 0 അവോയ്ഡ് ചെയ്യുക. അതുപോലെ സീക്ക് എക്സിൻ്റെ 0 to πയുടെ ഇടയിൽ നിന്ന് എന്ത് അവോയ്ഡ് ചെയ്യുക? π/2 അവോയ്ഡ് ചെയ്യാം. ഇതാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയത് എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി ഇത് വെച്ചിട്ടുള്ള എന്തിലോട്ട് കിടക്കാം? പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അതായത് നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ തരും. അതിൽ നിന്ന് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സൈൻ ഇൻവേഴ്സ് 1/√2. നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ 2 അല്ല √2. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതേ മോഡൽ ഒരു 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് എന്ത് ചെയ്യുക? അതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ക്വസ്റ്റ്യൻ നോക്കാം? സൈൻ ഇൻവേഴ്സ് 1/√2 എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഞാൻ ചെയ്യുന്ന എത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്നെടുത്തു? സൈൻ ഇൻവേഴ്സ് 1/√2 എന്നെടുത്തു. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? വൈ ഈക്വൽ ടു എന്തെന്ന് വരുന്നു? സൈൻ ഇൻവേഴ്സ് 1/√2. ഓക്കെ, ഇനി അടുത്ത ചെയ്യുന്നത് ടേക്കിംഗ് സൈൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും എന്തെടുക്കുകയാണ്? സൈൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വൈയേ ഉള്ളൂ. വൈയുടെ സൈൻ എടുത്താൽ സൈൻ വൈ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈനും സൈൻ ഇൻവേഴ്സും ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് അല്ലേ? ഈ അഡിഷനും സബ്ട്രാക്ഷനും പറയുന്ന പോലെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറയുന്നത് പോലെ വരുന്ന ഒരെണ്ണമാണ് സൈനും സൈൻ ഇൻവേഴ്സും. അത് രണ്ടും ഒരുമിച്ച് വന്നാൽ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും ഒരുമിച്ച് വന്നാൽ നമുക്കത് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് അവോയ്ഡ് ചെയ്താൽ സൈൻ വൈ ഈക്വൽ ടു എന്തെന്ന് വരും? സൈനും സൈൻ ഇൻവേഴ്സും കൂടെ കളഞ്ഞാൽ 1/√2. അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1/√2 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് സൈൻ വൈ ഈക്വൽ ടു എപ്പോഴാണ് സൈൻ്റെ വാല്യൂ 1/√2 വരുന്നത്? സൈൻ്റെ വാല്യൂ 1/√2 വരുന്നത് π/4. അപ്പം നമ്മൾ എടുക്കുകയാണ് സൈൻ π/4. 1/√2ന് പകരം എന്ത് കൊടുത്തു? സൈൻ π/4 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സൈൻ ഇൻവേഴ്സ് 1/√2. അത് ഞാൻ എഫ് ഓഫ് എക്സ് എന്നെടുത്തു. എഫ് ഓഫ് എക്സിനെ എന്തെന്നെഴുതി? വൈ എന്നെഴുതി. ദെൻ രണ്ട് സൈഡിലും എന്തെടുക്കുന്നു? സൈൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ എന്നുള്ളത് സൈൻ വൈ. ഇവിടെയാണെങ്കിലോ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈനും സൈൻ ഇൻവേഴ്സും നെഗറ്റീവ് ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1/√2 എന്ന് കിട്ടി. അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു 1/√2. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് സൈൻ്റെ വാല്യൂ 1/√2 വരുന്നത്? π/4. അപ്പോൾ 1/√2നെ ഞാൻ എങ്ങനെ എഴുതി? സൈൻ π/4 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഫൈനൽ ആൻസർ പ്രിൻസിപ്പൽ വാല്യൂ ഈസ്
സൈൻ്റെ കൂടെ വന്നേക്കുന്ന ആംഗിൾ ഏതാണോ അതെടുക്കുക. അപ്പോൾ സൈൻ്റെ കൂടെ വന്നേക്കുന്ന ആംഗിൾ ഏതാണ്? π/4. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വാല്യൂ എടുക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കേസുണ്ട്. സൈൻ ഇൻവേഴ്സിൻ്റെ എന്ത് ഓർക്കുക? റേഞ്ച് ഓർക്കുക. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ നിന്ന് എവിടെ തൊട്ട് എവിടം വരെയാണ്? -π/2 to π/2. നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ ഒരു റേഞ്ചിന് ഇടയിലായിരിക്കണം അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന π/4 അല്ലേ? അത് ഈ വാല്യൂവിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം പ്രിൻസിപ്പൽ വാല്യൂ ഈസ് π/4. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് എടുക്കുക, f(x)നെ y എന്ന് എടുക്കുക. സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് രണ്ട് സൈഡിലും സൈൻ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? sin y = 1/√2 എന്ന് കിട്ടി. 1/√2ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സൈൻ വാല്യൂ നോക്കി. എങ്ങനെയത് കണ്ടുപിടിക്കുന്നത്? എപ്പോഴാണ് സൈൻ 1/√2 വരുന്നത്? π/4ലാണ്. അപ്പോൾ രണ്ട് സൈഡിലും സൈൻ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ ഏതാണോ അതെന്തായിട്ട് എടുക്കാം? പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കാം. ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കിട്ടിയ വാല്യൂ എന്തിനിടയിലായിരിക്കണം? നമ്മുടെ റേഞ്ച് വാല്യൂവിന് ഇടയിലായിരിക്കണം. റേഞ്ച് -π/2 to π/2 അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ആ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നല്ല ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ 2 ആണ്. എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ cot inverse -1/√3. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. cot inverse -1/√3 ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? f(x) സമം എന്തെന്നാക്കുക? f(x)ൻ്റെ സ്ഥാനത്ത് y എഴുതുക. ബാക്കി cot inverse -1/√3 കൊടുക്കുക. രണ്ട് സൈഡിലും ഇനി എന്തെടുക്കുക? ഇവിടെ cot inverse അല്ലേ? സോ ടേക്ക് cot ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും cot എടുക്കുക. അപ്പോൾ ഇവിടെ cot എടുത്താൽ എന്ത് കിട്ടും? cot y = ഇവിടെ ആകുമ്പോഴോ cot ഓഫ് cot inverse -1/√3. അപ്പോൾ ഇതെന്ത് വരും? cot y. കോട്ടും cot inverseും വന്നാൽ എന്ത് ചെയ്യാം? നമുക്കത് ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്തുണ്ട്? -1/√3. അപ്പോൾ cot y = -1/√3. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളാം. cot y = -1/√3. എപ്പോഴാ കോട്ടിൻ്റെ വാല്യൂ 1/√3 വരുന്നത്? cot π/3. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് -cot π/3. അങ്ങനെയാണെങ്കിൽ cot y = ഈ മൈനസ് അങ്ങ് അകത്ത് കൊടുക്കുക. മൈനസ് അകത്ത് കൊടുത്താൽ എന്ത് കിട്ടും? cot -π/3 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ മൈനസ് അവിടെ ഇട്ടു. 1/√3 വരുന്ന കോട്ടിൻ്റെ വാല്യൂ നോക്കി, ഏതാ? π/3. അപ്പോൾ -cot π/3. ഇനി ഈ മൈനസ് അങ്ങ് അകത്ത് കൊടുത്തു. അപ്പോൾ അതെന്തായി? cot ഓഫ് -π/3. ഇനി നമുക്കറിയാം കോട്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 to π ആണ് അല്ലേ? 0 to π ആണ് റേഞ്ച് വരുന്നത്. പക്ഷേ ഇവിടെ വന്നേക്കുന്ന വാല്യൂ -π/3 അല്ലേ? അപ്പോൾ ഈ വാല്യൂവിനിടയിലല്ല എന്ത് വന്നിരിക്കുന്നത്? -π/3. ശരിയല്ലേ? നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്തിനിടയിലല്ല? റേഞ്ചിന് ഇടയിലല്ല. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഏതാണോ നമുക്ക് കിട്ടിയേക്കുന്ന ആംഗിൾ അതിൻ്റെ കൂടെ പൈ ആഡ് ചെയ്യാം. ഓർത്ത് വയ്ക്കുക, നമ്മളൊരു ആംഗിൾ ചൂസ് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ റേഞ്ചിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, തൊട്ടുമുമ്പത്തെ കേസ് റേഞ്ച് വന്നു, ഇവിടെ എന്താണ്? -π/3 ആണ്. അതെവിടെ വരുന്നില്ല? 0ക്കും πക്കും ഇടയ്ക്ക് വരുന്നില്ല. വരാത്ത കേസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആംഗിളിൻ്റെ കൂടെ പൈ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ കൂടെ പൈ ആഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ എങ്ങനെ വരും? cot y = cot പൈ ആഡ് ചെയ്യല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? പൈ -π/3. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പൈ ആഡ് ചെയ്തു, പൈ -π/3. അപ്പോൾ cot y = cot ഓഫ്, ഇത് മൈനസ് ചെയ്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? 2π/3. ഈ കിട്ടിയ 2π/3 ഏതിനിടയിലാണ്? 0ക്കും πക്കും ഇടയിലാണ്. എന്തുകൊണ്ടാണ്? 2π/3 എന്ന് പറയുമ്പോൾ എത്രയാ? 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രി ഏതിനിടയിലാണ്? 0ക്കും 180ക്കും ഇടയിലാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഓക്കെയാണ്, നമ്മുടെ കണ്ടീഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന ആംഗിൾ നമ്മുടെ റേഞ്ചിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ = ഈ കിട്ടിയ ആംഗിൾ എന്തെടുക്കുക? 2π/3. അപ്പോൾ മെത്തേഡ് സെയിം ആണ്.
ആദ്യം നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക, ദെൻ ആ എഫ് ഓഫ് എക്സിനെ വൈ എന്നാക്കുക, രണ്ട് സൈഡിലും ഏത് ഇൻവേഴ്സ് ആണോ തന്നേക്കുന്ന ആ ട്രിഗണോമെട്രി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ആ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ആംഗിൾ എഴുതുക. അങ്ങനെ ആംഗിൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏത് ഫംഗ്ഷനാണോ, ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനാണോ തന്നിരിക്കുന്നത് അതിൻ്റെ റേഞ്ചിൻ്റെ അകത്ത് ആംഗിൾ വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എഴുതാം. വരുന്നില്ലെങ്കിലോ പൈ ആഡ് ചെയ്യുക. പൈ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റേഞ്ചിൽ വന്നോളും. ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കി. ഇതേപോലെ ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടണമല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടി എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ എന്തെന്ന് എടുത്തു, എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു. ഇനി എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് -1/2. ഇനി രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, സൈൻ എടുക്കുക. ആ സെൻറ്റൻസ് ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ടേക്ക് സൈൻ ഓൺ ബോത്ത് സൈഡ്. സൈൻ എടുക്കുമ്പോൾ y എന്നുള്ളത് എന്താകും, സൈൻ y. ഇവിടെയാണെങ്കിലോ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ ഇവിടുത്തെ സൈനും സൈൻ ഇൻവേഴ്സും കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ സൈൻ y ഈക്വൽ ടു -1/2. സൈനും സൈൻ ഇൻവേഴ്സും കൂടെ ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് വരും, -1/2. അപ്പോൾ സൈൻ വൈയുടെ വാല്യൂ എന്ത് കിട്ടി, -1/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ y ഈക്വൽ ടു മൈനസ് സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്, സൈൻ π/6. അപ്പോൾ മൈനസ് എഴുതി. 1/2 വരുന്ന എപ്പോഴാണ്, സൈൻ π/6. നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ മാത്രം എടുത്താൽ മതി. ഓക്കെ, മൈനസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ ഇടുക. ദെൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ 1/2 കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ 1/2 കിട്ടുന്ന സൈൻ വാല്യൂ ഏതാണോ അതെടുക്കുക. അപ്പം ഞാൻ മൈനസ് സൈൻ എന്തെന്ന് എടുത്തു, π/6 എന്ന് എടുത്തു. ഇനി മൈനസ് അങ്ങകത്ത് കൊടുത്തേ, എന്ത് വരും, സൈൻ y ഈക്വൽ ടു സൈൻ ഓഫ് -π/6. ഓക്കെ ആണല്ലോ, സൈൻ അല്ലേ ഫംഗ്ഷൻ, അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, -π/2 ടു π/2 അല്ലേ, -90 ടു +90. -90നും +90നും ഇടയ്ക്കായിരിക്കണം ഏത് വാല്യൂ വരേണ്ടത്, ആംഗിൾ വാല്യൂ വരേണ്ടത്. ഇവിടെ വന്നേക്കുന്ന ആംഗിൾ എന്താ, -π/6 എന്ന് പറഞ്ഞാൽ -30. ഈ വാല്യൂ ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം, പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/6. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, y എന്നെടുത്തു. എന്താണ്, ഇൻവേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഏത് ഫംഗ്ഷനാണോ വന്നേക്കുന്നത് ആ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു, ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അത് വെച്ചുകൊണ്ട് സൈൻ y അല്ലെങ്കിൽ ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണോ അത് കിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആംഗിൾ വാല്യൂ എടുക്കുന്നു. ആംഗിൾ വാല്യൂ നമ്മുടെ റേഞ്ചിൽ വരികയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കുക. റേഞ്ചിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആംഗിളിൻ്റെ കൂടെ പൈ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഏതാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പൈ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും എക്സസൈസ് 2.1 തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 2.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് √3/2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് √3/2. അപ്പോൾ എന്താണ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, y. ഇപ്പോൾ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √3/2. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, കോസ് ഇൻവേഴ്സ് അല്ലേ, രണ്ട് സൈഡിലും എന്തെടുക്കുക, കോസ് എടുക്കുക. ഇവിടെ കോസ് എടുത്താൽ എന്ത് സംഭവിക്കും, കോസ് y എന്ന് കിട്ടും. ഓക്കെ ആണേ. ഇവിടെ നമ്മൾ കോസ് എടുക്കുമ്പോൾ എന്താ, കോസും കോസ് ഇൻവേഴ്സും കൂടെ ക്യാൻസൽ ആവും. ഞാൻ അത് എഴുതുന്നില്ല, ഒറ്റയടിക്കങ്ങ് പറയാണ്. കോസും കോസ് ഇൻവേഴ്സും കൂടെ ക്യാൻസലായി. ബാക്കി എന്തുണ്ടാവും, √3/2. ഓക്കെ, അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഇതും കംപ്ലീറ്റ് ചെയ്യാണ്. രണ്ട് സൈഡിലും കോസ് അപ്ലൈ ചെയ്തു. അപ്പം y എന്നുള്ളത് കോസ് y ആയി. ഇവിടുത്തെ കോസ് ഇൻവേഴ്സും കോസും ക്യാൻസലായിട്ട് എന്ത് കിട്ടുന്നു, √3/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, കോസ് y ഈക്വൽ ടു, എപ്പോഴാണ് കോസിൻ്റെ വാല്യൂ √3/2 വരുന്നത്, π/6. അപ്പോൾ √3/2 പകരം എന്തെഴുതാം, കോസ് π/6.
ഇനി നമുക്ക് കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് ഒന്ന് ആലോചിക്കാം. റേഞ്ച് എന്താ? 0 to π. ശരിയല്ലേ? 0 to π. ഈ വാല്യൂവിന് ഇടയ്ക്കല്ലേ ഈ വന്നിരിക്കുന്ന ആംഗിൾ അല്ലെ? നോക്കി, ഈ വാല്യൂവിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ആംഗിൾ നിൽക്കുന്നത്. therefore നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് എത്രയാ? π/6. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? π/6 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ ഈ മോഡലിൽ 4 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസ് 2.1-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 4th ക്വസ്റ്റ്യൻ പറയുകയാണ്. 4th ക്വസ്റ്റ്യൻ ഇതാണ്. tan ഇൻവേഴ്സ് മൈനസ് √3. 4th ക്വസ്റ്റ്യൻ ഇതാണ്. tan ഇൻവേഴ്സ് മൈനസ് √3. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നു? tan ഇൻവേഴ്സ് മൈനസ് √3 എന്ന് തന്നിരിക്കുന്നു. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്നുള്ളത് y എന്ന് എഴുതാം. അപ്പോൾ y ഈക്വൽ ടു tan ഇൻവേഴ്സ് മൈനസ് √3. y ഈക്വൽ ടു എന്താണ്? tan ഇൻവേഴ്സ് മൈനസ് √3. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? tan ഇൻവേഴ്സ് അല്ലേ? 2 സൈഡിലും tan എടുക്കുക. ഇവിടെ tan എടുത്താൽ എന്ത് കിട്ടും? tan y. ഇവിടെ tan എടുക്കുമ്പോഴോ ടാനും tan ഇൻവേഴ്സും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്ത് വരും? മൈനസ് √3. ഓക്കെ, ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിലങ്ങ് എഴുതുകയാണ്. അപ്പോൾ ഈ tan ഇൻവേഴ്സിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, അങ്ങനെ ഓർത്താലും മതി. tan ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ tan, ബാക്കി എന്തുണ്ട്? മൈനസ് √3. അപ്പോൾ tan y ഈക്വൽ ടു മൈനസ് ഇട്ടു. tan എപ്പോഴാണ് √3 വരുന്നത്? tan √3 വരുന്നത് tan π/3. ശരിയല്ലേ? ടാൻ്റെ വാല്യൂ 60 വരുമ്പോൾ tan 60 ഈക്വൽ ടു √3 മൈനസ് അതുപോലെ ഇട്ടു. ഇനി നമുക്ക് അടുത്ത ആൻസറിലോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യാണ്? tan y ഈക്വൽ ടു ഈ മൈനസ് അങ്ങ് അകത്ത് കൊടുക്കും. ഇപ്പം എങ്ങനെ വരും? tan മൈനസ് π/3. അപ്പോൾ tan y ഈക്വൽ ടു എന്തെന്ന് കിട്ടി? tan മൈനസ് π/3 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ റേഞ്ച് എന്താ? tan ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്താ? മൈനസ് π/2 ടു π/2. ഈ വാല്യൂവിൻ്റെ ഇടയ്ക്കല്ലേ ഈ മൈനസ് π/3 നിൽക്കുന്നത്? ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് മൈനസ് π/3. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? മൈനസ് π/3 എന്ന് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 2.1-ലെ 5th ക്വസ്റ്റ്യൻ. എക്സസൈസ് 2.1-ലെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. 5th ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന ഇതാണ്. കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കുറേ ക്വസ്റ്റ്യൻ ചെയ്തതിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് y എന്ന് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇനി 2 സൈഡിലും എന്തെടുക്കുക? കോസ് എടുക്കുക. അപ്പോൾ y എന്നുള്ളത് എന്താകും? കോസ് y. കോസ് ഇൻവേഴ്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനസ് 1/2 ആയിട്ട് മാറും. കാര്യം കോസ് ഇൻവേഴ്സിൻ്റെ കോസ് എടുക്കുന്നു. അപ്പോൾ കോസും കോസ് ഇൻവേഴ്സുടെ ക്യാൻസലായി ഏത് മാത്രം വരുന്നു? മൈനസ് 1/2 മാത്രം വരുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? കോസ് y ഈക്വൽ ടു മൈനസ്. എപ്പോഴാണ് കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത്? കോസ് π/3. കോസിൻ്റെ വാല്യൂ π/3 വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കോസ് എക്സിൻ്റെ വാല്യൂ 1/2 വരുന്നത്. അപ്പോൾ കോസ് π/3 ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. അപ്പോൾ മൈനസ് അതുപോലെ ഇട്ടു. 1/2ൻ്റെ അടുത്ത് എന്ത് എഴുതി? കോസ് π/3 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ മൈനസ് മാറ്റണ്ടേ? അപ്പോൾ മൈനസ് എന്ത് ചെയ്യുക? അകത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? കോസ് മൈനസ് π/3. അപ്പോൾ കോസ് y ഈക്വൽ ടു എന്തെന്ന് കിട്ടി? കോസ് മൈനസ് π/3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. റേഞ്ച് നോക്കാം. എന്താ റേഞ്ച്? 0 to π. ഇവിടെ വന്നേക്കുന്നത് എന്താ? മൈനസ് π/3. ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? ഇല്ല. പോസിറ്റീവ് അല്ലേ വരാൻ പാടുള്ളൂ. 0ക്കും πക്കും ഇടയ്ക്കാണ് വരേണ്ടത്. പക്ഷെ വന്നേക്കുന്നത് എന്താ? മൈനസ് π/3. മൈനസ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്? ഇതിൻ്റെ കൂടെ പൈ ആഡ് ചെയ്യുക. അപ്പോൾ കോസ് പൈ മൈനസ് എന്തെന്ന് വരുന്നു? π/3. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? കോസ് y ഈക്വൽ ടു കോസ് പൈ മൈനസ് π/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 2π/3
3. ഈ വാല്യൂ ഈ റേഞ്ചിൽ വരും. ശരിയാണല്ലോ. therefore നമുക്ക് എന്തെടുക്കാം? പ്രിൻസിപ്പൽ വാല്യൂ ഈസ് 2π/3. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എത്രയെന്ന് കിട്ടി? 2π/3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 2.1-ലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 2.1-ലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാം 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിരുന്നു. അത് കഴിഞ്ഞ് 4, 5 ചെയ്തു. ഇനി ബാലൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ബാലൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇനി പോകുന്നത് എക്സസൈസ് 2.1-ലെ തന്നെ 11ാമത്തെ ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ബാലൻസ് 6, 7, 8, 9, 10 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? tan ഇൻവേഴ്സ് 1 കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. y = tan ഇൻവേഴ്സ് 1. രണ്ട് സൈഡിലും എന്തെടുക്കുക? tan എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? tan y = ഇവിടെയോ tan ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആയിട്ട് 1. അപ്പോൾ tan y = എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 വരുന്നത്? π/4. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? tan π/4. ടാൻ്റെ റേഞ്ച് നമുക്കറിയാം. എവിടം തൊട്ട് എവിടം വരെയാ? -π/2 to π/2. അതിലാണല്ലോ π/4 വരുന്നത് അല്ലേ? -π/2നും π/2നും ഇടയ്ക്കാണ് എന്ത് വരിക? π/4 വരിക. therefore നമുക്ക് എന്ത് പറയാം? y = π/4. അപ്പോൾ ആദ്യത്തെ കേസിൽ വൈയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? π/4. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. y = എന്താ? കോസ് ഇൻവേഴ്സ് -1/2. തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. രണ്ട് സൈഡിലും എന്തെടുക്കാം? കോസ് ആയതുകൊണ്ട് കോസ് എടുക്കുക. അപ്പോൾ y എന്നുള്ളത് എന്താകും? കോസ് y. ഇവിടെ എന്ത് മാത്രം എടുക്കാം? നമ്പർ മാത്രം എടുക്കുക. അപ്പോൾ -1/2 ഈക്വൽ ടു എന്ത് വരും? കോസ് y = -1/2 എന്ന് പറയുമ്പോൾ കോസ് π/3. ഇനി ഇവിടെ എന്താ പ്രശ്നം? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു മൈനസ് കിടക്കല്ലേ? ആ മൈനസ് അങ്ങ് അകത്ത് കൊടുക്കണം അല്ലേ? അപ്പൊ കോസ് y = കോസ് -π/3. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ? കോസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. ഇവിടെ ഒരു മൈനസ് വാല്യൂ അല്ലേ വന്നേക്കുന്നത്? അപ്പൊ നമ്മുടെ റേഞ്ചിൽ ഈ വാല്യൂ വരുന്നില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താ കണ്ടീഷൻ? π ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? കോസ് y = കോസ് π -π/3. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? കോസ് y = കോസ് π -π/3 എന്ത് കിട്ടും? 2π/3. അപ്പോൾ കോസ് y = എന്തെന്ന് കിട്ടി? കോസ് 2π/3 എന്ന് കിട്ടി. therefore ഈ കേസിൽ y = എന്തെന്ന് വരുന്നു? 2π/3. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ ആയി? 2 വാല്യൂ ആയി. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. എന്താ മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്? y = സൈൻ ഇൻവേഴ്സ് -1/2. ഇതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്നാലും ഒന്നുകൂടെ പറയാം. രണ്ട് സൈഡിലും എന്തെടുക്കുക? സൈൻ എടുക്കുക. അപ്പോൾ y സൈൻ എടുത്താൽ സൈൻ y. ഇവിടെ ഏത് മാത്രം എടുക്കുക? നമ്പർ മാത്രം എടുക്കുക. എന്ത് വരും? -1/2. അപ്പോൾ സൈൻ y = എപ്പോഴാണ് സൈൻ്റെ വാല്യൂ -1/2 വരുന്നത്? സൈൻ്റെ വാല്യൂ 1/2 വരുന്നത് സൈൻ π/6. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സൈൻ y = ഈ മൈനസ് അങ്ങ് അകത്ത് കൊടുത്താൽ സൈൻ ഓഫ് -π/6. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ -π/6 അല്ലേ? അത് ഏതിനിടയിലാണ്? -π/2നും +π/2നും ഇടയിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? y = -π/6. ഓക്കെ, അപ്പം നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കിട്ടിയിരിക്കുന്ന ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ആദ്യം tan ഇൻവേഴ്സ് 1 എന്താ കിട്ടിയത്? π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 എന്ത് കിട്ടി? 2π/3 പ്ലസ്
അടുത്ത സൈൻ ഇൻവേഴ്സ് -1/2 എന്താ കിട്ടിയത്? -π/6. സോ ഇത് മൈനസ് എന്തെന്ന് കൊടുത്തു? π/6 എന്ന് കൊടുത്തു. ഇത് ആഡ് ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 6 LCM എടുക്കുന്നു. LCM എന്ത് വരും? 4ന്റെ 3ന്റെ 6ന്റെ LCM എത്രയാണ്? 12. ഓക്കെ ആണല്ലോ. ഇനി ഓരോന്നിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ. ആദ്യത്തേനെ 12 12 കൊണ്ട് മൾട്ടിപ്ലൈ. 12 × π/4. അപ്പോൾ എന്ത് കിട്ടും? 3π. പ്ലസ് ഇവിടെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 12ഉം 3യും കൂടെ കട്ടാകും. 4 × 2 8π. ഇവിടെ ആണെങ്കിലോ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം 6ഉം കൂടെ കട്ടാകും 2. അപ്പം -2π. ഒന്ന് കൂട്ടി നോക്കിയേ. 3πയും 8πയും കൂടെ കൂട്ടിയാൽ 11π. അതിൽ നിന്ന് 2π കുറച്ചാൽ 9π/12 അല്ലേ? 9π/12. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ 3 കൊണ്ട് കട്ട് ചെയ്ത് എഴുതി കൂടെ? എന്ത് കിട്ടും? 3 കൊണ്ട് കട്ട് ചെയ്ത് എഴുതിയാൽ 3π/4. കട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 3π/4 എന്ന് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ സം എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചു, വാല്യൂ ഇട്ട് കൊടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഇത് എക്സസൈസ് 2.1-ലെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 2.1-ലെ 12th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് cos inverse 1/2 plus 2 sin inverse 1/2. cos inverse 1/2 plus 2 sin inverse 1/2. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? y = cos inverse 1/2 എന്ന് എടുക്കുക. രണ്ട് സൈഡിലും എന്തെടുക്കാം? കോസ് എടുക്കാം. അപ്പോൾ y എന്നുള്ള എന്താകും? cos y. ഇവിടെയാണെങ്കിലോ ഇതങ്ങ് പോയിട്ട് എന്തുമാത്രം എക്സിസ്റ്റ് ചെയ്യും? 1/2 എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ cos y = എപ്പോഴാണ് കോസിൻ്റെ വാല്യൂ 1/2 വരുന്നേ? cos π/3. പ്രശ്നമില്ല. കാര്യം cos π/3 0ക്കും π-ക്കും ഇടയ്ക്കാണ്. therefore y = എന്തെന്നെടുക്കാം? π/3 എന്ന് എടുക്കാം. ഇനി രണ്ടാമത്തെ നോക്കാം. y = കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് y1 ഇത് y2 എന്നൊക്കെ എടുത്താൽ മതി. ഞാൻ y ഇട്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ y = എന്താ? 2 എടുക്കണ്ട. ഏതെടുക്കുക? സൈൻ ഇൻവേഴ്സ് 1/2 എടുക്കുക. ഫംഗ്ഷൻ മാത്രമേ എടുക്കാവുള്ളൂ, 2 എടുക്കരുത്. ഇനി രണ്ട് സൈഡിലും എന്തെടുക്കാം? സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് സൈൻ. അപ്പോൾ സൈൻ y = 1/2. സൈൻ y = സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്? സൈൻ 1/2 വരുന്നത് സൈൻ π/6. ഓക്കെ ആണ്. അപ്പോൾ സൈൻ y = സൈൻ π/6. ഈ കിട്ടിയേക്കുന്ന ആംഗിൾ വാല്യൂ -π/2നും π/2നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ y = നമുക്ക് എന്തെന്ന് എഴുതാം? π/6. അപ്പോൾ ഇവിടെ y-യുടെ വാല്യൂ π/3, ഇവിടെ എന്ത് കിട്ടി? π/6 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? ആദ്യത്തെ എന്താ? cos ഇൻവേഴ്സ് 1/2 π/3 പ്ലസ് 2 × സൈൻ ഇൻവേഴ്സ് 1/2 π/6. അപ്പോൾ π/3 പ്ലസ് ഈ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ 3. അപ്പോൾ π/3 പ്ലസ് എന്ത് വരുന്നു? π/3. കൂട്ടിപ്പറ സെയിം സാധനം കൂട്ടി എഴുതിയാൽ 2π/3. π/3 പ്ലസ് π/3 2π/3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 2π/3 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റേഞ്ചും ഡൊമൈനും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൽ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്ത് പഠിച്ചു? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന പഠിച്ചു. അത് വെച്ചിട്ടുള്ള എന്ത് ചെയ്തു? പ്രോബ്ലംസ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏകദേശം പകുതി സെക്ഷൻ കംപ്ലീറ്റ് ആയി.